നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. എന്താ പറയേണ്ടത്, നിറഞ്ഞ അടി എന്ന് പറയണം അല്ലേ. നിറഞ്ഞ അടി. ബാഴ്സയുടെ യുവതാരങ്ങൾ ബേസിലിനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരം 2-5 ജയിച്ചേറിയിരിക്കുന്നത്. അഡയമി ഗോളടിക്കുന്നു, ഹംസ അബ്ദുൽ കരീം ഗോളടിക്കുന്നു, യമാൽ ഗോളടിക്കുന്നു, ജെസി ബിസോ ഇരട്ട ഗോളുകൾ നേടുന്നു. മറുഭാഗത്ത് 2 ഗോളുകൾ ബേസിലടിച്ചു, ശരിയാണ്. പക്ഷെ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഈ യുവതാരങ്ങളുടെ പൊളിച്ചെടുക്കലിന് എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ബാഴ്സയ്ക്ക് വലിയ ആത്മവിശ്വാസം സമ്മാനിക്കുന്ന ഒരു പ്രകടനമാണ് ഈ താരങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നത്. നമ്മളൊന്ന് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ബാഴ്സയുടെ ഭാഗത്ത് അവരുടെ യുവതാരങ്ങളുടെ ഒരു നിറഞ്ഞാട്ടം അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പറയണം. 2 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് കരീം അഡയമയിൽ നിന്ന്, ഗോളും അസിസ്റ്റും. അദ്ദേഹം പുതുതായിട്ട് ടീമിലേക്ക് വന്നതാണല്ലോ. പിന്നെ 2 ഗോളുകളാണ് ബിസിയുവിൻ്റെ ഭാഗത്ത് നിന്ന്. ഇൻസെയിൻ പെർഫോമൻസ് എന്ന് പറയണം. ആൻ്റണി ഗോർഡൻ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ നടത്തുന്നു. സാവി എസ്പാർട്ട് ടോപ്പ് പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. ഹംസ അബ്ദുൽ കരീം ഗോൾ അടിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലാമിൻ യമാലും പാവു കുബാർസിയും അവർക്ക് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ട് മിനിറ്റുകൾ ലഭിച്ചു എന്നുള്ളതും ശ്രദ്ധിക്കണം. ലാമിൻ യമാലും പെനാൽറ്റിയിലൂടെയാണ് ബാഴ്സലോണയുടെ ഒരു ഗോള് കണ്ടെത്തിയിരുന്നത്. എന്തായാലും കിടിലൻ പെർഫോമൻസ് ആണ് ഈ താരങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നത്. ബേസിലിനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരം ബാഴ്സലോണയുടെ ആദ്യ 11 കളിക്കാനിറങ്ങിയിരുന്നത് മുന്നേറ്റ നിരയിൽ മുന്നേറ്റങ്ങളുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് റാഫീനയും ഗോർഡനും ഫെർമിൻ ലോപ്പസും അഡയമിയും ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. കളി തുടക്കം മുതൽ ബാഴ്സലോണയുടെ ഒരു ആധിപത്യത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഗോളുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വീഴുന്നതും നമ്മൾ കണ്ടു. 34-ാമത്തെ മിനിറ്റിൽ അഡയമയിലൂടെ ആദ്യ ഗോൾ പിറക്കുന്നു. എന്നാൽ 43-ാമത്തെ മിനിറ്റിൽ ജീന ഡോക്കറിലൂടെ ഒരു ഗോൾ ബേസിൽ മടക്കി. രണ്ടാം പകുതിയിൽ 49-ാമത്തെ മിനിറ്റിൽ ഹംസ അബ്ദുൽ കരീമിൻ്റെ ഗോൾ ബാഴ്സലോണക്ക് ലീഡ് നേടിക്കൊടുക്കുന്നു. പിന്നെ യമാൽ പെനാൽറ്റിയിലൂടെ 81-ാമത്തെ മിനിറ്റിൽ ഗോളടിച്ച് 3-1 എന്ന രൂപത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഒരു ഗോൾ കൂടി ബേസിൽ മടക്കുകയുണ്ടായി. 84-ാമത്തെ മിനിറ്റിൽ 3-2 എന്ന രൂപത്തിലായിരുന്നു കളി ഉണ്ടായിരുന്നത്. അവസാനം വളരെ പെട്ടെന്ന് 2 ഗോളുകൾ. 89-ാമത്തെ മിനിറ്റിൽ ജെസി ബിസിയുവിൻ്റെ ആദ്യ ഗോൾ പിറക്കുന്നു. 90-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം അടുത്ത ഗോൾ കൂടി നേടിയപ്പോൾ 2-5 കിടിലൻ വിജയത്തിലേക്ക് FC ബാഴ്സലോണ കടന്നുപോയി. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബിസിയുവിനെ ഇപ്പം ഫസ്റ്റ് ടീമിനോടൊപ്പം നിലനിർത്താൻ ഏതായാലും ഹൻസി ഫ്ലിക്ക് തീരുമാനിച്ചിട്ടുണ്ട്. ഹൻസി ഫ്ലിക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ വളരെ ഹാപ്പിയാണ്. അതോടൊപ്പം തന്നെ ഇത് അഡയമി പറയുന്നു, ഈ ടീം റെഡിയാണ്, കോമ്പീറ്റ് ചെയ്യാൻ റെഡിയാണ്, ഞങ്ങൾക്ക് ടീമിൽ ഗ്രേറ്റ് പ്ലെയേഴ്സ് ഉണ്ട്, തീർച്ചയായിട്ടും ഇനിയും കൂടുതലായിട്ട് ടീം ഇമ്പ്രൂവ് ചെയ്യും എന്നും എനിക്കുറപ്പുണ്ട് എന്നുകൂടി അഡയമി പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.